അത് എടാ ഒരു ഓട്ടോ ഒപ്പിച്ചിട്ടുണ്ട്. കല്യാണ പാർട്ടിയാ. കാക്കനാട് ആമ്പല്ലൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വരെ 112 ലോട്ടിൽ വരും. എന്നത്തേക്കാ? മറ്റന്നാള്. മറ്റന്നാളോ? പെട്ടെന്നായോ? മടത്തിപ്പറമ്പ് ട്രാവൽസിനെ ഒരു ബുക്ക് ചെയ്തിരുന്നത്, ഞാനത് വെട്ടി. റേറ്റ് എത്ര പറഞ്ഞു? 1200 ഞാനങ്ങ് ഉറപ്പിച്ചു. 1200 രൂപ. മറ്റുള്ള വണ്ടിക്കാര് റിട്ടേൺ അടക്കം 2500 രൂപ വാങ്ങുന്നുണ്ട്. എടാ അമേരിക്കയും സൊമാലിയും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട്, അറിയോ? മനസ്സിലായില്ല. എടാ 2500 രൂപ നല്ല ലക്ഷറി കോച്ച് കിട്ടും. നമ്മുടെ വെറും ബിക്ഷറി കോച്ചല്ലേ. ഈ ലൊടുക്ക് വണ്ടി എങ്ങനെ അവർ കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ ഓടാന്ന് പറഞ്ഞാൽ ഒരു വേണ്ടാന്ന് പറയും. എന്റെ വണ്ടി ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടല്ലോ. അയ്യോ, ഇതൊരു പാവപ്പെട്ടവന്റെ കല്യാണമാണ്. ഒറ്റ വണ്ടിയേ ഉള്ളൂ. ചെറുക്കനും ചെറുക്കന്റെ അച്ഛനും അമ്മയും അമ്മായി അമ്മാവനും ബന്ധുക്കളും ഫ്രണ്ടുക്കളും ഒക്കെ ഇതിലാണ് പോണത്. 2500 രൂപ വെച്ചാൽ അവര് ഓട്ടം വേണ്ടെന്ന് വെക്കുള്ളൂ. എടാ എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയേ. എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാ. എന്നാ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഈ ഓട്ടം കഴിഞ്ഞിട്ടാണ് എന്റെ പാസ്പോർട്ട് ഒന്ന് ശരിയാക്കാൻ. പാസ്പോർട്ട് ഇതിന്ന് വല്ല മെച്ചം കെട്ടിട്ടോ വണ്ടിയുടെ ബ്രേക്ക് ഒന്ന് ശരിയാക്കാൻ. അപ്പൊ വണ്ടിക്ക് ബ്രേക്ക് ഇല്ലേ? ജീവിതം തന്നെ മൊത്തത്തിലൊരു കൈവിട്ട കളിയില്ലേ സുന്ദര. ചവിട്ടി നോക്കാം. അല്ല, വണ്ടി ഈ രീതിയിൽ നമ്മൾ എങ്ങനെ അങ്ങോട്ട് എഴുന്നള്ളിക്കും? നെറ്റിപ്പട്ടൊക്കെ കെട്ടിച്ച് ആന എഴുന്നള്ളിക്കൂലേ, അതുപോലെ എഴുന്നള്ളിച്ചാല. അതിനൊക്കെ ചെലവ് ഒരുപാടാവും. ഓ, ചെലവ് ഒരുപാടാവും അല്ലേ. എടാ വണ്ടിയുടെ ഓട്ടമുള്ള ഭാഗങ്ങളില് കൊച്ചു കൊച്ചു പൂക്കള്, കൊച്ചു കൊച്ചു ഇലകള് വച്ചടയ്ക്കുന്നു. സാധാരണ കല്യാണ വണ്ടി അലങ്കരിക്കില്ലേ, അതുപോലെ. ഒരു കാടളകി വരുന്നുണ്ടല്ലോ. സ്ഥലം എത്തിയോ ഉണ്ണികൃഷ്ണ? ചവിട്ടി പിടിച്ചോ. ഈ അട ഒന്ന് വെച്ചോട്ടെ, ബ്രേക്ക് കുറവല്ലേ. നമസ്കാരം ചെറുക്കന്റെ അച്ചോ. എന്താ ഇത്? വണ്ടി. ഈ കാടും പണ്ടൊക്കെ എന്തിനാ ചോദിച്ചത്? അത് അലങ്കരിച്ചിരിക്കല്ലേ. എങ്ങനെയുണ്ടോ അലങ്കാരം? ഐശ്വര്യമുള്ള ഒരു ചടങ്ങിന് പോവല്ലേ, അപ്പൊ കുറച്ച് റിച്ച് ആയിക്കോട്ടെ എന്ന് കരുതി. വാഴ, മാവ്, വേപ്പ്, ചക്ക, മാങ്ങ, കുമ്പളങ്ങ, ഒതളങ്ങ തുടങ്ങിയ വൃക്ഷ ലതാതി പല മൂലാദികളും കൊണ്ടങ്ങ് അലങ്കരിച്ചു. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. ഞങ്ങളാരും അങ്ങനത്തെ ആൾക്കാരല്ല. ബെസ്റ്റ് ഫാമിലി. ദേ ഇങ്ങനെയൊക്കെ അലങ്കരിച്ചു എന്ന് കരുതി ഞങ്ങൾ അഡീഷണൽ ബില്ലൊന്നും ചാർജ് ചെയ്യില്ല. അതൊക്കെ ഫ്രീയാ. അപ്പൊ ഇനി വൈകണ്ട, നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പോഴേയോ? ഇപ്പൊ പോയാലേ സമയത്തങ്ങ് എത്തുള്ളൂ. കാരണം വണ്ടി നല്ല കണ്ടീഷനാണ്. നമുക്ക് കാറ്റൊക്കെ കൊണ്ട് അങ്ങോട്ട് പോവാം. ബന്ധുക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. നീ ഇവർക്ക് ചായ കൊടുക്കാൻ നോക്കി ചെല്ലു. വണ്ടി അങ്ങോട്ട് ഒതുക്കിയിട്ടോ. ഇഷ്ടം പോലെ സമയമുണ്ട്. ഇത്തിരി ദൂരമല്ലേ ഉള്ളൂ. കൊച്ചു വെളുപ്പിനെ പോണ കാര്യം എന്താ? ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരിയാ, നമ്മൾ ഉത്സവിച്ചാലേ കാര്യം നടക്കൂ. ഇഡലിയും ചായയും. ഇഡലിയും ചായ ഓൺ ദ വേല നിർത്തിയിട്ട് മേടിച്ചാ. ചായ കുടിക്കും. ആവൂ കല്യാണ ചെക്കൻ. അവൻ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടങ്ങിയിട്ടുള്ളൂ. സുന്ദര, അമ്മാവന്റെ ആദ്യത്തെ കല്യാണം ഇത്. ആദ്യത്തേതും അവസാനത്തേതും. അയ്യോ അയ്യോ എന്റെ മീശ. സമയമില്ലാത്ത സമയത്ത് മീശോട്ടി കളിക്കാ. കടിക്കും ഞാൻ. എല്ലാരും പോയി വണ്ടി കയറി കടിക്കും. അല്ലല്ല, അതെ ആരാ നിങ്ങളൊക്കെ? അതൊക്കെ വഴിയെ മനസ്സിലായിക്കോളും.